അവസാനമായി ശ്രീ എം പി രാജേഷ്, എങ്ങനെയാണ് ഇനി പ്രതിഷേധങ്ങളുടെ സ്വഭാവം? വരും ദിവസങ്ങളും പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകാനാണോ? ഇനിയും EDയുടെ അടുത്ത ഒരു നടപടി ഉണ്ടാകുമല്ലോ, അടുത്ത സമൻസ് നൽകി ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ അറിയാനാകുന്നത്. അതവിടെ ഇരിക്കട്ടെ, അതിനു മുമ്പ് ഇവിടെ കേസിനെ കുറിച്ച് പറഞ്ഞല്ലോ തെറ്റിദ്ധാരണാജനകമായ കാര്യം. പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം പറയരുത് എന്ന് സിനിമയിൽ പറഞ്ഞതുപോലെ തോറ്റ കേസിനെ കുറിച്ച് പറയരുത് എന്ന അങ്ങയുടെ നിർദ്ദേശം തൽക്കാലം എനിക്ക് അംഗീകരിക്കാൻ മാർഗമില്ല. കേസിൻ്റെ കണ്ടൻഷൻ എന്താ? മാത്യു കുഴൽനാടൻ്റെ ഇത് തന്നെയാണ്. 1.72 കോടി രൂപ ചെയ്യാത്ത സേവനത്തിന് വീണ കൈപ്പറ്റി എന്ന കേസുമായിട്ടാണ് വിജിലൻസ് കോടതിയെ സമീപിച്ചത്. പിന്നെ റിവിഷനുമായിട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. അപ്പോൾ രണ്ടും രണ്ട് കേസല്ല കേട്ടോ, ഒരേ കേസാണ്. അത് കൈപ്പറ്റിയത് കേൾക്കൂ, ഇത് ദയവായി അല്ലല്ല, അസത്യം പറഞ്ഞത് പൊളിയുമ്പോൾ അസഹിഷ്ണുത പാടില്ല. നോക്കൂ, ഇത് തന്നെയാണ് കേസ്. ഇത് തന്നെയാണ് കേസ്. എന്തായിരുന്നു കുഴൽനാടൻ്റെ വാദം? ഈ തുക കൈപ്പറ്റിയത് മുഖ്യമന്ത്രി CMRL നൽകിയ ഫേവറിനുള്ള പ്രതിഫലമാണ് എന്നാണ്. അപ്പം ഞാൻ ഇവിടെ ആ ഹൈക്കോടതി അത് കണ്ടെത്തിയ കാര്യം ഒന്ന് വായിക്കാം. അപ്പോൾ വസ്തുത രണ്ടും ഒന്നാണ്, രണ്ട് കേസല്ല. 63ാമത്തെ ഖണ്ഡികയിൽ ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നു, ഇൻ ദ പ്രസന്റ് കേസ് ദ കംപ്ലൈനന്റ് കുഡ് ഓൺലി പ്ലേസ് certain materials highlighting suspicion based on the allegations in the complaint and not facts constituting the offense alleged. അതായത് ഇങ്ങനെ ഒരു ഒഫൻസ് നടന്നതിൻ്റെ ഒരു വസ്തുതയും ഹാജരാക്കാനായില്ല എന്ന്. ഏത് 1.72 കോടി അനധികൃതമായി കൈപ്പറ്റി എന്നതിന്. 64ാമത്തെ ഖണ്ഡികയിൽ ഹൈക്കോടതി പറയുന്നു, an unnecessary investigation or an inquiry into an offense under the Prevention of Corruption Act against a public servant based on such suspicion may cause a blemish on his career or reputation. അതായത് അദ്ദേഹത്തിൻ്റെ കരിയറിനും അന്തസ്സിനും കളങ്കമേൽപ്പിക്കുന്നതാണ് ഇതുപോലൊരു അനാവശ്യമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ. ആരുടെ? മുഖ്യമന്ത്രിയുടെ. ആരാ പറഞ്ഞത്? ഹൈക്കോടതി. ഇവിടെ എന്താണ് തെളിഞ്ഞ കാര്യങ്ങൾ? ഒന്ന് എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് പണം വാങ്ങിയത്. തെരുവിൽ എവിടെയുണ്ട് മാത്യു കുഴൽനാടനോട് കോടതി പറഞ്ഞു രാഷ്ട്രീയ കളി കോടതിയിൽ വേണ്ട എന്ന്. അതൊക്കെ നമ്മൾ വലിയ തലക്കെട്ടുകളായി തന്നെ കൊടുത്താണ് ശ്രീ എം പി രാജേഷ്. ഇപ്പോഴത്തെ ED, SFIO തെളിവുകളുമായിട്ടാണ് വരുന്നത്. ഇന്നലെ കോടതി വിധിയാണ് ഉദ്ധരിക്കുന്നതെങ്കിൽ ഇന്നലെ ബഹളമല്ല, പ്രേക്ഷകർക്കെല്ലാം മനസ്സിലാവും ശ്രീ എം പി രാജേഷ്. ഞാൻ മുഴുവൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ഷീണമാവും, നിങ്ങൾ എക്സ്പോസ്ഡ് ആവും. അതുകൊണ്ട് നിങ്ങൾ എന്നെ പറയാൻ അനുവദിക്കാത്തത്. അങ്ങ് വ്യക്തിപരമായ ആക്രമണത്തിലേക്ക് കടക്കുന്നില്ല, എനിക്ക് കുഴപ്പമില്ല, നിങ്ങളുടെ രീതിയാണത്, എനിക്കത് പ്രശ്നമല്ല. ശ്രീ എം പി രാജേഷ്, ഒറ്റ കാര്യമേ ഉള്ളൂ, എനിക്ക് തർക്കമില്ലാത്ത വിഷയമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തർക്കമില്ലെന്നേ, മാത്യു കുഴൽനാടന്റെ കാര്യത്തിൽ തർക്കമില്ലെന്നേ. അല്ല അതെ, അതിപ്പോ തർക്കമില്ലാതായല്ലോ. മാത്യു കുഴൽനാടൻ തോറ്റ കേസ് എന്നാണ് ഞാൻ പറഞ്ഞത്. മാത്യു കുഴൽനാടൻ ഒരു കാര്യമില്ലാണ്ട്, ഒരു തെളിവില്ലാണ്ട് കോടതി പോയി. ED അന്വേഷണം തുടങ്ങിയ ശേഷമാണ് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് കോടതി പോയത്. ആ കേസിനെ ദുർബലമാക്കാനാണ് സംശയിക്കുന്നത്. ഒച്ചവെക്കൻ എന്തിനാ? ഒച്ചവെക്കല്ല, ഞാൻ പറയുന്നത് കയ്യിൽ വസ്തുതകളില്ലാത്തവരാണ് കൂടുതൽ ബഹളം ഉണ്ടാക്കുക. ഞാൻ വസ്തുതയല്ലേ പറഞ്ഞത്, അങ്ങ് പറഞ്ഞതിനോട് ആഡ് ചെയ്തിട്ടല്ലേ ഞാൻ പറഞ്ഞത്. കേസ് എന്തായിരുന്നു? 1.72 കോടി മുഖ്യമന്ത്രിയുടെ മകൾ അനധികൃതമായി സ്വന്തമാക്കി CMRL നിന്ന് എന്ന കേസാണല്ലോ മാത്യു കുഴൽനാടനും ഇപ്പോൾ EDക്കുമുള്ളത്. ശ്രീ എം പി രാജേഷ്, തെളിവില്ല മാത്യു കുഴൽനാടന്റെ പക്കൽ. കാണിക്കുന്നത് ഇല്ല, തെളിവില്ലായിരുന്നു മാത്യു കുഴൽനാടന്റെ പക്കൽ. കോടതി അതുകൊണ്ട് രാഷ്ട്രീയ കളിമായി ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞു. നമുക്കറിയാം ആ കാര്യം. ED അന്വേഷണം അവിടെ നടക്കുമ്പോഴാണ് മാത്യു കുഴൽനാടൻ കോടതിയിലേക്ക് പോയത്. അല്ല, 2 കൊല്ലമായിട്ട് EDക്ക് തെളിവുണ്ടായോ? 2 കൊല്ലമായിട്ട് EDക്ക് തെളിവുണ്ടായോ? ആണല്ലോ ഇന്ന് കണ്ടത് തെരുവിൽ പ്രതിഷേധം. എഗ്രിമെന്റിന്റെ അത് എന്നിട്ട് ഇന്ന് എന്താ കിട്ടിയത്? കിട്ടുമോ? അവർ അന്വേഷണത്തെ നിങ്ങൾ സ്വാഗതം ചെയ്യുന്ന ഒരു വസ്തു പറയുക, അന്വേഷണം അവരുടെ രീതിക്ക് പോകുമ്പോൾ നിങ്ങൾ അതിനെ തടയുന്ന രീതിയിൽ മുട്ടുകാൽ തല്ലിയൊടിക്കുമെന്ന് പറയുക, അത് എത്രത്തോളം ശരിയാണെന്ന് ചോദ്യം അവിടെയുണ്ട്. കേന്ദ്ര ഏജൻസികളുടെ നീക്കത്തിൽ ഞാൻ അങ്ങയോട് യോജിക്കുന്നു. ഇങ്ങനെയാണോ അതിന്റെ അന്വേഷണം? ഈ പറയുന്ന 12 ഇടത്ത് റെയ്ഡ് നടത്തിക്കൊണ്ട് ഒരു നാടകീയത സൃഷ്ടിക്കണോ എന്നതിന് ഞാൻ അങ്ങയോട് യോജിക്കുന്നു. പക്ഷെ അന്വേഷണം വേണ്ടേ? പറയരുതെന്ന നിർബന്ധം അങ്ങേക്കുണ്ട്.
ഞാൻ ബാക്കി പറയരുതെന്ന് നിർബന്ധം അങ്ങ് നേരത്തെ പറഞ്ഞതിന് ആവർത്തിക്കുന്നതുകൊണ്ടാണ്, സമയക്കുറവ് കൂടി ഉള്ളതുകൊണ്ടാണ്. പറഞ്ഞു പൂർത്തിയാക്കരുത്. ശരി, പൂർത്തിയാക്കരുത്. അല്ലെന്ന് നേരത്തെ പറഞ്ഞതല്ല. ശരി. നേരത്തെ പറഞ്ഞതല്ലെന്ന്. ശരി, പറയൂ. നേരത്തെ പറഞ്ഞതല്ല. പറയൂ. ഞാനിവിടെ പറയുന്ന കാര്യം എന്താ, ഒന്ന്, ഒരു എഗ്രിമെന്റ് പ്രകാരം ഒരു സേവനത്തിനാണ് പ്രതിഫലം വാങ്ങിയത്. ആ വാങ്ങിയ പ്രതിഫലത്തിന് ബാങ്ക് വഴിയാണ് പ്രതിഫലം വാങ്ങിയത്. 2, ബാങ്ക് വഴി അല്ലാന്നായിരുന്നു ആദ്യത്തെ വാദം. അത് പൊളിഞ്ഞു, ബാങ്ക് വഴിയാണ്. അപ്പോൾ പറഞ്ഞു GST അടച്ചിട്ടില്ലാന്ന്. അപ്പോൾ GST അടച്ചു. പിന്നെ പറഞ്ഞു IGST അടച്ചിട്ടില്ല. IGST അടച്ചതിൻ്റെയും രേഖകൾ വന്നു. പിന്നെ ടാക്സ് TDS പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, കൈക്കൂലി അല്ലെങ്കിൽ അഴിമതി ആരെങ്കിലും ബാങ്ക് വഴി നികുതി അടച്ച് TDS പിടിച്ച് നടത്തും എന്ന് പറയുന്നത് കോമൺ സെൻസ് ഉള്ള ആളുകൾ വിശ്വസിക്കുന്നതാണോ? അതാണ് ചോദ്യം. അതുകൊണ്ടാണ് ഇതൊരു പൊളിഞ്ഞ കേസാണ് എന്നും ഇപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള പകപോക്കൽ ED 3 കോടതികൾ തള്ളിയതുമായിട്ട് വീണ്ടും വരികയാണ് എന്നും പറഞ്ഞു. ഓക്കെ, ഇന്നലെ കോടതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് EDക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ED ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെയാണോ വരേണ്ടത് എന്ന ചോദ്യം അങ്ങേപോലെ എനിക്കും ആ ചോദ്യമുണ്ട്. പക്ഷേ ED അന്വേഷണം മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നോക്കാം. ശ്രീ MP രാജേഷ്, എന്ത് സർവീസാണ് കൊടുത്തത്? സർവീസ് പ്രൊവൈഡർ അല്ലാത്ത IT ഫീൽഡിലുള്ള സംവിധാനം എന്ത് സർവീസാണ് കൊടുത്തത്? അതിനുശേഷം ഈ കേസിന് ശേഷം ഈ സ്ഥാപനം തന്നെ അടച്ചുപൂട്ടിയത് എന്തിനാണ്? ഇത്രയും സർവീസ് നൽകുന്ന ഒരു സ്ഥാപനം അടച്ചുപൂട്ടിയത് എന്തിനാണെന്ന ചോദ്യവും ജനം ചോദിക്കുന്നുണ്ട്. അങ്ങ് ചോദിക്കുന്ന ഈ ജനം ചോദിക്കുന്ന ചോദ്യങ്ങളിൽ അതുകൂടി ഉൾപ്പെടുന്നുണ്ട്. ശ്രീ MP രാജേഷ്, അതെ, അത് നമ്മൾ നോക്കണം. EDയുടെ കേന്ദ്രത്തിന്റെ ആയുധമായി പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനെ ചെറുക്കേണ്ടതാണ്. നമ്മളെല്ലാവരും ചെറുക്കേണ്ടതാണ്. പറയാൻ പാടില്ല. ശരി, അതെ, ശരി, നമുക്ക് അടുത്ത ദിവസം ഞാൻ ഈ കേസിൽ EDക്കൊപ്പമാണെന്ന് അങ്ങ് കരുതണ്ട കേട്ടോ. എനിക്ക് ചോദിക്കാനുള്ള ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. Debate with Smriti Parathikkad.